ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഇന്ന് സമാപനമാകും. നിരവധി പേരാണ് യജ്ഞത്തിൽ പങ്കെടുക്കുവാനായി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കേരളത്തിലെ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ഭാഗവത മഹാത്മ പാരായണം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവ ഉണ്ടായിരുന്നു. സപ്താഹയജ്ഞത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പെരിഗമന ശ്രീധരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹയജ്ഞം ആരംഭിക്കുന്ന ദിവസം മുതൽ സഹസ്രപാരായണത്തിന് ശേഷം സമൂഹ പ്രാർത്ഥന, ഗ്രന്ഥ നമസ്കാരം തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ഇത്തവണത്തെ സപ്താഹയജ്ഞത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ജനപങ്കാളിത്തം കൊണ്ട് അത്രയും പ്രഗത്ഭമായ ഒരു വാഗ്മി ഞങ്ങൾക്ക് പ്രഭാഷണത്തിന് കിട്ടി. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ നിറഞ്ഞ ഒരു സദസ്സ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അന്നദാനം തന്നെ ഏകദേശം 3000-3500ഓളം ആൾക്കാർ ഓരോ ദിനം പ്രതി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട് ഉച്ചക്ക്. അതുപോലെ തന്നെ രാവിലെ പ്രാതല് ഞങ്ങൾ ഏകദേശം 300-400 ആൾക്കാർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു. അതുകൂടാതെ കണ്ട് വൈകുന്നേരം അതുപോലെ തന്നെ ചായയും കടിയായിട്ട് അതും വിതരണം നടത്തുന്നുണ്ട്. അതൊക്കെ ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ സഹായങ്ങൾ കൊണ്ടാണ്. എന്തായാലും ഭാഗവത സപ്താഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാൾ കൂടുതൽ ഗംഭീരമാക്കിയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് സേവാസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. സദാനന്ദൻ നമ്പൂതിരി, തേവലപ്പുറം വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവരാണ് സഹാചാര്യന്മാർ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.